പ്രേക്ഷകരെ ഇപ്പം ഈ സർക്കാരിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന അതല്ലെങ്കിൽ കേരളത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വലിയൊരു രാഷ്ട്രീയ വിവാദം എന്ന് പറയുന്നത് മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് അല്ലേ. ഇപ്പൊ എതിർപ്പുകളെല്ലാം തള്ളി വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ് വി.ഡി. സതീശൻ. യു.ഡി.എഫിൽ വിശദമായ ചർച്ചകൾക്കു ശേഷം മാത്രമേ നികുതി ഇളവ് നടപ്പാക്കൂ എന്ന മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ ഉറപ്പാണ് കരട് ധനകാര്യ ബില്ലിൽ പരസ്യമായി ലംഘിക്കപ്പെട്ടത്. മുന്നണി മര്യാദകൾ പോലും മറികടന്ന് മുഖ്യമന്ത്രി ഈ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാകും തിരികൊളുത്തുക. മദ്യനികുതിയിലെ ഈ ഇളവും യു.ഡി.എഫിലേക്ക് പടരുന്ന പൊട്ടിത്തെറിയും നമ്മൾ പരിശോധിക്കുന്നു ഇന്നത്തെ ന്യൂസ് ആംഗിളിൽ. അനുരു അശോകനാണ് വിശകലനങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേർന്നത്. അനുരു, ഈ ധനമന്ത്രി മുഖ്യമന്ത്രിയാണല്ലോ ധനവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ധനമന്ത്രി എന്നുള്ള നിലയിൽ ഇത് എൻ്റെ ഒരു വിവേചന അധികാരമാണ് നികുതി ഘടന പ്രഖ്യാപിക്കൽ എന്ന് പറഞ്ഞ് ഈ വിഷയത്തിൽ നിന്നും തടി തപ്പാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മന്ത്രിമാരൊക്കെ ഏതാണ്ട് ആ നിലയ്ക്ക് എത്തുകയും ചെയ്തു. എന്നാൽ ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്, യു.ഡി.എഫ് ആണ് ഇതിലൊരു അന്തിമ തീരുമാനമെടുക്കുക എന്നുള്ള നിലയിലേക്ക് പോവുകയും ഒക്കെ ചെയ്തു. ഇന്നലെ ഈ ലീഗ് നേതാക്കളുടെ ഭാഗത്തു നിന്നടക്കമുള്ള വിമർശനങ്ങളും അതേപോലെ സമുദായ സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങളും മറ്റൊരു വശത്ത് നിൽക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം, മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ ഇവിടെ തുടങ്ങിയ സമയത്തും വി.ഡി. സതീശനും കെ.സിക്കും ആർ.സിക്കും ഒക്കെ വേണ്ടി ആളുകൾ ഈ ചേരിതിരിഞ്ഞ് അഭിപ്രായ പ്രകടനം നടത്തിയപ്പോഴും ഒക്കെ ഹൈക്കമാൻഡിലൊക്കെ പോയി ശക്തമായ നിലപാടെടുക്കുകയും വി.ഡി. സതീശന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ കാരണക്കാരിൽ ഒരാളാവുകയും ചെയ്ത വി.എം. സുധീരനൊക്കെ കടുത്ത വിമർശനം ഇപ്പോഴും ഉന്നയിക്കുമ്പോഴും വി.ഡി. സതീശൻ താൻ പറഞ്ഞതാണ് ശരി, തൻ്റെ നിലപാടാണ് ശരി എന്ന നിലയ്ക്ക് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ധനബില്ല് വരുന്നു. ഇപ്പോൾ നിലവിൽ ഈ വിഷയം യു.ഡി.എഫിനെ ബാധിച്ചിരിക്കുന്നത് എങ്ങനെ, വിവാദങ്ങൾ പോകുന്നത് എങ്ങനെ, ഈ എല്ലാവരും വി.ഡി. സതീശനൊപ്പം എത്താനുള്ള സാധ്യത എത്രത്തോളമാണ് അനുരു? സേതു, മുന്നണിയോട് ആലോചിക്കാതെ, കോൺഗ്രസിൽ ആലോചിക്കാതെ, എന്തിന് ക്യാബിനറ്റിൽ പോലും ആലോചിക്കാതെയാണ് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കുമെന്ന പ്രഖ്യാപനവും അതിൽ ഒരു നികുതി ഘടനയും വി.ഡി. സതീശൻ തൻ്റെ പ്രഥമ ബഡ്ജറ്റിൽ അവതരിപ്പിക്കുന്നത്. ഇതൊരു വലിയ കോളിളക്കത്തിലേക്കാണ് കൊണ്ടിളക്കിയത്. കാരണം ഇത്തരത്തിലൊരു നികുതി നിർദ്ദേശമോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മദ്യവിൽപ്പനയെക്കുറിച്ചോ പാർട്ടിയോ മുന്നണിയോ ആലോചിക്കാതെയാണ് ഏകപക്ഷീയമായ തീരുമാനവുമായി മുഖ്യമന്ത്രി അന്ന് ആ ബഡ്ജറ്റ് പ്രസംഗം നടത്തിയത്. എന്നാൽ ഇക്കാര്യത്തിൽ വർദ്ധിത വീര്യത്തോടുകൂടി വി.ഡി. സതീശൻ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കരട് ബില്ലിൽ പോലും ആ നികുതി ഘടന കൊണ്ടുവരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് 0.5% മുതൽ 10% വരെയുള്ള മദ്യത്തിന്, ഈ പറയുന്ന ആൽക്കഹോളിൻ്റെ അംശമുള്ള മദ്യത്തിന് 120%, 10% മുതൽ 20% വരെയുള്ള ആൽക്കഹോൾ കണ്ടന്റുള്ള മദ്യത്തിന് 175%, സ്പിരിറ്റ് ഉൾപ്പെടുന്ന വലിയ വിദേശ മദ്യത്തിന് 251% ഉള്ള നികുതി ഘടനയാണ് ഇപ്പോൾ പരിഷ്കരിച്ചിരിക്കുന്നത്. നിയമസഭയിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു, ഇതൊരു വിദേശ മദ്യ പോളിസിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് നടപ്പിലാക്കുക. യു.ഡി.എഫ് ഇത് വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ നടപ്പിലാക്കില്ല, അഥവാ യു.ഡി.എഫ് ഒരു വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഇതാണ് നികുതി ഘടന എന്നുള്ളതാണ്. നമ്മൾ കാണേണ്ടത് ജൂലൈ 1 ഈ ധനകാര്യ ബില്ല് നിയമസഭയിൽ വെക്കുന്നതോടുകൂടി അത് നിയമമായി മാറുകയാണ്. ഒരു പക്ഷേ ഇത് ഈ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബെക്കാഡി അടക്കമുള്ള വിദേശ മദ്യ കമ്പനികൾക്ക് ഇത് ഒരു അപേക്ഷയുമായി എക്സൈസിന് മുന്നിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അപേക്ഷ നിരസിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിയമ പോരാട്ടത്തിനുള്ളൊരു സാധ്യതയും കൂടെ വഴി തുറക്കുന്നതാണ്. എന്തായാലും പക്ഷേ ഇപ്പോൾ യു.ഡി.എഫ് അത്തരത്തിലുള്ളൊരു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ജൂലൈ 1 ശേഷം ഇത് സംബന്ധിച്ച് പഠിക്കാൻ ഒരു യു.ഡി.എഫ് ഉപസമിതി വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം, വി.ഡി. സതീശൻ്റെ ഒരു അപ്രമാദിത്യം ഈ ഒരു വിഷയത്തിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒന്നാണ്. ഈ വി.ഡി. സതീശനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് അടക്കം കൊണ്ടുവന്നതുപോലെ, സേതു പറഞ്ഞതുപോലെ വി.എം. സുധീരൻ്റെ അടക്കം നിലപാടുകൾ തള്ളിയാണ് ഈ ഒരു കരട് ധനബില്ലിൽ പോലും ഈ നികുതി ഘടന വന്നത്. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ലീഗിൻ്റെ ഒരു നിലപാടാണ്. പരസ്യമായിട്ട് അവർ ഈ ഒരു മദ്യനയത്തെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു നികുതി ഘടന ഈ കരട് ബില്ലിൽ പോലും വരുന്നതിനൊരു സതീശനൊരു പിന്തുണ ലീഗിൻ്റെ ഭാഗത്തുനിന്നും ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്നും ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം പ്രധാനമായും നമ്മൾ കണ്ടതാണ്, ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഈ അടിസ്ഥാന വികസന സൗകര്യങ്ങളടക്കം ഉണ്ടായത് കിഫ്ബിയുടെ ഫണ്ട് വെച്ചാണ്. പക്ഷേ കിഫ്ബി അതുപോലെ തുടരാനല്ല യു.ഡി.എഫ് സർക്കാരിൻ്റെ തീരുമാനം. കിഫ്ബി അടിമുടി പൊളിച്ചെഴുതിക്കൊണ്ട് അത്
പഠിക്കാൻ ഒരു സമിതി വെച്ചിരിക്കുന്നു. കിഫ്ബി കാരണം 56,000 കോടിയുടെ ഒരു ബാധ്യത സംസ്ഥാനത്തിനുണ്ടായി എന്നുള്ളതാണ് UDFിൻ്റെ ധവളപത്രം പറയുന്നത്. അപ്പോൾ കിഫ്ബിക്ക് പകരം പ്രത്യേകം ഒരു വരുമാന സ്രോതസ് കണ്ടെത്തേണ്ടതുണ്ട്. കാരണം UDFിൻ്റെ സ്വപ്ന പദ്ധതികൾ വലുതാണ്. ഇപ്പോൾ കേരളത്തെ ഒരു സീപോർട്ട് ആക്കും, ഈ ഒരു ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റും എന്നുള്ള വലിയൊരു വികസന പദ്ധതികൾ VD സതീശൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പണം കണ്ടെത്തേണ്ടതുണ്ട്. പ്രിയദർശിനി സ്ത്രീകൾക്ക് യാത്രാ സൗകര്യം നൽകുന്നതിന് തന്നെ 800 കോടിയോളം രൂപ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഫണ്ട് വേണം എന്നുള്ളത് കൊണ്ട് ഈ ഒരു വീര്യം കുറഞ്ഞ മദ്യവുമായി അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയുമായി UDF സർക്കാർ മുന്നോട്ട് പോകും. ഇതിനെ ഘടകകക്ഷികളുടെ പിന്തുണ VD സതീശന് ഉണ്ടാകുമെന്ന് തന്നെയാണ് സേതു നമുക്ക് കാണാൻ. ശരി, അപ്പം അങ്ങനെ പോകുന്നു.